4 വർഷമായി കടുത്ത വരൾച്ചയിൽ ജലക്ഷാമം നേരിടുന്ന മേഖലയാണ് വടക്ക് കിഴക്കൻ സിറിയ. ആഭ്യന്തര യുദ്ധത്തിന് ശമനമായെങ്കിലും കുർദിഷ് സേനയ്ക്കെതിരെ തുർക്കി ആക്രമണം തുടരുന്ന മേഖലകളിൽ ഒന്നാണിത്. പോരാട്ടത്തിനിരയാകുന്നത് 1 ദശലക്ഷത്തോളം സാധാരണക്കാരും. പതിറ്റാണ്ടുകളായി തുടരുന്ന ആഭ്യന്തര യുദ്ധത്തിൽ ഇതുവരെ തീർപ്പുണ്ടായില്ലെങ്കിലും 2023 മരവിപ്പിലെത്തിയിരുന്നു സിറിയയിലെ സംഘർഷ സാഹചര്യം. എന്നാൽ അപ്പോഴും സ്വൈരജീവിതം നിഷേധിക്കപ്പെട്ടു വടക്ക് കിഴക്കൻ സിറിയയിലെ ജനതയ്ക്ക്. ബഷാർ അൽ അസദ് ഭരണത്തിൽ നിന്ന് വേർപെട്ട സ്വയംഭരണ പ്രദേശമാണിത്. കുർദിഷ് സഖ്യസേന അധികാരത്തിലുള്ള ഈ മേഖലയിലേക്ക് 2019 ഒക്ടോബറിനും 2024 ജനുവരിക്കുമിടെ തുർക്കി നടത്തിയത് 100-ലധികം ആക്രമണങ്ങൾ. 2018 അമേരിക്കയുടെ പിന്തുണയോടെ ഇസ്ലാമിക് സ്റ്റേറ്റിനെ പുറത്താക്കിയാണ് കുർദിഷ് സഖ്യം മേഖലയുടെ അധികാരം ഏറ്റെടുത്തത്. AANES എന്ന ഈ മേഖലയെ പക്ഷേ തീവ്രവാദ രാജ്യമെന്നാണ് തുർക്കി പ്രസിഡന്റ് റജബ് ത്വയ്യിബ് എർദോഗൻ വിശേഷിപ്പിക്കുന്നത്. പതിറ്റാണ്ടുകളായി തുർക്കിയിൽ കുർദിഷ് സ്വയംഭരണത്തിനായി പോരാടുന്ന വിമത ഗ്രൂപ്പായ കുർദിസ്ഥാൻ വർക്കേഴ്സ് പാർട്ടിയുടെ വികസിത രൂപമാണ് സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സസ് എന്നാണ് തുർക്കിയുടെ വാദം. ഈ വിഘടന ഗ്രൂപ്പിനെ ദുർബലപ്പെടുത്താനാണ് ആക്രമണങ്ങളെന്ന് തുർക്കി വാദിക്കുന്നു. എന്നാൽ 2023 ഒക്ടോബർ മുതൽ ജലസംഭരണ കേന്ദ്രങ്ങളും വൈദ്യുത നിലയങ്ങളും അടക്കം അടിസ്ഥാന സൗകര്യങ്ങളെ ലക്ഷ്യം വെച്ചാണ് തുർക്കിയുടെ ആക്രമണങ്ങൾ. ഇത് അന്താരാഷ്ട്ര നിയമലംഘനമാണെന്ന് UN അടക്കം ചൂണ്ടിക്കാട്ടുന്നു. ഇതിൽ പ്രധാനം മേഖലയിലെ ജനങ്ങൾ ആശ്രയിച്ചിരുന്ന പ്രധാന ജലസംഭരണി സ്ഥിതി ചെയ്തിരുന്ന ആലൂക്ക് പ്രവിശ്യ 2019 തുർക്കി അനുകൂല സിറിയൻ ഗ്രൂപ്പുകൾ സുരക്ഷാ കാരണങ്ങൾ കാണിച്ച് ഏറ്റെടുത്തതാണ്. തുടർന്ന് 19 തവണ ഇവിടെ നിന്നുള്ള ജലവിതരണം തടസ്സപ്പെട്ടു. 2023 സംവിധാനം പൂർണ്ണമായി അടച്ചുപൂട്ടുകയും ചെയ്തു. ഇതോടെ 20 കിലോമീറ്റർ അകലെയുള്ള ഒരു പമ്പ് മാത്രമായി ഏക ജലസ്രോതസ്. സ്കൂളുകൾ, ആശുപത്രികൾ എന്നിവിടങ്ങളിലേക്ക് മുൻഗണന പ്രകാരം ജലബോർഡ് ടാങ്കറുകളിൽ വെള്ളം എത്തിക്കുന്നുമുണ്ട്. എന്നാൽ ഇത് ദൈനംദിന ആവശ്യങ്ങൾക്ക് പോലും അപര്യാപ്തമാണ്. സ്വർണത്തേക്കാൾ വിലയേറിയ വിഭവമായി ജലം മാറിയെന്നാണ് ഈ ക്ഷാമത്തെ പ്രദേശവാസികൾ വിവരിക്കുന്നത്. 2020 മുതലുള്ള വരൾച്ച നേരത്തെയുള്ള പ്രശ്നമാണെന്ന് പറയുമ്പോഴും 1 ദശകത്തോളം വരുന്ന ഹസാക്കെ പ്രവിശ്യയിലെ ജനങ്ങളുടെ വെള്ളം കുടി മുട്ടിച്ചതിൽ തുർക്കിക്ക് വ്യക്തമായ പങ്കുണ്ടെന്നർത്ഥം. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.